എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി കൊച്ചിയിൽ റോഡ് ഷോ നടത്തി വിവിധ കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. നേതാവും 2020 സമാരാധ്യനായിട്ടുള്ള നേതാവുമായിട്ടുള്ള സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സിബി, ഇനി പ്രധാനമന്ത്രിയുടെ അടുത്ത പരിപാടി അത് കലൂരിലാണെന്ന് മനസ്സിലാക്കുന്നു. അനിഷ, പ്രധാനമന്ത്രിയുടെ പരിപാടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. പരിപാടി എന്ന് പറയുന്നത് എൻഡിഎയുടെ സമ്മേളന ഉദ്ഘാടനം നിർവഹിക്കും. അദ്ദേഹം അല്പസമയത്തിന് മുമ്പ് പ്രധാനമന്ത്രി എൻഡിഎയുടെ സമ്മേളന വേദിയിലെത്തി. കലൂർ സ്റ്റേഡിയത്തിൽ 2 പരിപാടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സർക്കാർ പരിപാടിയും മറ്റൊന്ന് രാഷ്ട്രീയ പരിപാടിയും. സർക്കാർ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. രണ്ടും 2 വേദികളിലാണ്. ആദ്യ വേദിയിൽ സർക്കാർ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വിവിധ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ എൻഡിഎയുടെ സമ്മേളന വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. അതോടൊപ്പം തന്നെ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉൾപ്പെടെയെല്ലാം അദ്ദേഹം ഇപ്പോൾ പുറത്തിറക്കുകയാണ്. ഇന്ന് 3 പരിപാടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആദ്യം അദ്ദേഹം എത്തിയത് ധീവര മഹാസഭയുടെ ജൂബിലി സമ്മേളനത്തിലായിരുന്നു. അവിടെ അദ്ദേഹം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ തലോടിക്കൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. അദ്ദേഹം മുതലപ്പുഴി ഹാർബർ നവീകരണത്തിനായി 117 കോടി രൂപ ചെലവിട്ടതായി അദ്ദേഹം പറയുകയും കേന്ദ്ര സർക്കാർ മത്സ്യമേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ച നിരവധി പദ്ധതികൾ അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. കൂടാതെ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണം, തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ എന്തെല്ലാം മുൻഗണന നൽകുന്നു അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. കേരളത്തിൽ 16,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടുകൊണ്ടായിരുന്നു കൊച്ചി സ്റ്റേഡിയത്തിൽ സർക്കാർ പദ്ധതിയിൽ അദ്ദേഹം സംസാരിച്ചത്. പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലെ ട്രെയിൻ സർവീസ് അദ്ദേഹം ചങ്ങനാശ്ശേരി, കുറ്റിപ്പുറം, ഷൊർണൂർ നിർവഹിച്ചു. കൊച്ചിയിലെത്തുമ്പോൾ പ്രത്യേക സന്തോഷമാണെന്നായിരുന്നു നരേന്ദ്രമോദി ഇന്ന് സംസാരിച്ചത്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.